KSEB എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമുക്ക് വൈദ്യുതി എത്തിക്കുന്നത് അവരാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇതുപോലെ ജനദ്രോഹപരമായ ഒരു സർക്കാർ സ്ഥാപനം മറ്റതുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അവർ കാണിക്കുന്ന ഈ കുഴപ്പങ്ങൾക്കെല്ലാം, അതായത് അവർ കാണിക്കുന്ന കെടുകാര്യസ്ഥത, ഭരണകെടുകാര്യസ്ഥത, അഴിമതി, അങ്ങനെയുള്ള എല്ലാ അനാവശ്യമായ കരാർ കൊടുക്കൽ, കരാറിനകത്തു നിന്നുള്ള കമ്മീഷൻ പറ്റൽ, ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാം കൊണ്ടും KSEBക്ക് ഉണ്ടാകുന്ന നഷ്ടം, അതുപോലെ തന്നെ ഈ കാര്യമായിട്ട് ലൈനുകൾ അപ്പോഴപ്പോൾ പുതുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് പ്രസരണ നഷ്ടം ഉണ്ടാകുന്നു. അങ്ങനെ വിവിധ തരത്തിലാണ് KSEBക്ക് നഷ്ടമുണ്ടാകുന്നത്. പ്രധാനമായിട്ടും ധൂർത്തിൻ്റെ ഭാഗമായിട്ടാണ് KSEB വലിയ നഷ്ടമുണ്ടാകുന്നതും പിന്നെ കള്ളക്കരാറുകൾ കൊടുത്ത് പണം അടിച്ചു മാറ്റുന്നത് കൊണ്ടാണ് നഷ്ടം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ മുഴുവനും ചുമതല, അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ നഷ്ടം കൊടുക്കേണ്ട ബാധ്യത നമുക്കാണ്. നമ്മളെന്ന് പറയുന്നത് നമ്മൾ ഉപഭോക്താക്കൾക്കാണ്. നമ്മൾ വൈദ്യുതി അവരിൽ നിന്നും വിലയ്ക്ക് വാങ്ങുന്ന നമ്മൾ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണമെന്നതാണ് ഇപ്പോഴത്തെ ഒരു സമ്പ്രദായം. സത്യത്തിൽ KSEB എന്ന് പറയുന്നത് ജനങ്ങൾ നിവർത്തിയില്ലാത്തത് കൊണ്ട് KSEBയെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളായാലും യാതൊരു കുഴപ്പവുമില്ല. അവർ വൈദ്യുതി എന്നാൽ നമ്മൾ രണ്ട് കൈയും തീട്ടി അത് വാങ്ങും തീർച്ച. കാരണം അത്രമാത്രം ഈ KSEBയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ അവസാനം ഒരു വാർത്ത, ഇപ്പം 2-3 വാർത്തകളുണ്ട്. അതായത് കരാർ കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളാണ്. ഞാൻ രണ്ടാമത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ഇപ്പോൾ നമ്മുടെ ഈ വൈദ്യുതി ഉപയോഗത്തിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ LED ബൾബുകൾ കൊടുക്കാൻ KSEB തീരുമാനിച്ചു. ഇങ്ങനെ കോടിക്കണക്കിന്, അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ചിട്ടാണ് ഇങ്ങനെ പിന്നെ ബൾബുകൾ കൊടുക്കാൻ, LED ബൾബുകൾ കൊടുക്കാൻ തീരുമാനിച്ചത്. അത് നമ്മുടെ ഊർജ നഷ്ടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രകാശവും വേണം, എന്നാൽ കുറച്ച് വോൾട്ട് മാത്രമേ ഉപയോഗിക്കുകയും ചെയ്യാവൂ. അങ്ങനെ നമ്മുടെ ഊർജത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഒരു നല്ല പദ്ധതി കൊണ്ടുവന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ KSEB കുറേ ബൾബുകൾ വാങ്ങിച്ചിട്ടു യഥാസമയം കൃത്യമായിട്ട് ഇത് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ ഈ KSEBക്ക് കഴിഞ്ഞില്ല. 3 വർഷം, ഏകദേശം 2.5 വർഷം 3 വർഷമാണ് ഒരു ബൾബിൻ്റെ കാലാവധി. ആ കാലാവധി കഴിഞ്ഞു, ബൾബുകളെല്ലാം കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏകദേശം കോടിക്കണക്കിന് ബൾബുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ KSEB ഇപ്പോൾ പുതിയൊരു കറക്ക് കമ്പനിയുമായിട്ട് ഉപഭോക്താക്കൾ അടുത്ത് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് 2 ബൾബ് നിങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ 1 ബൾബ് ഫ്രീ ആയിട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ, നമ്മുടെ ഉപഭോക്താക്കളെ പറ്റിക്കാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എന്തായാലും 3 വർഷ ഗ്യാരണ്ടി തീരാറായതും തീർന്നതുമായ ബൾബുകൾ വിറ്റഴിക്കാനും ഒഴിവാക്കാനുമാണ് KSEB ഇപ്പോൾ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫിലമെന്റ് ഫ്രീ കേരളം എന്ന ലക്ഷ്യത്തോടെ വാങ്ങിക്കൂട്ടിയ 2.19 ലക്ഷം ബൾബുകളാണ് കൃത്യസമയത്ത് വിതരണം ചെയ്യാതെ സ്റ്റോറുകളിൽ കെട്ടിക്കിടക്കുന്നത്. 1.17 കോടി ബൾബുകൾ 54.88 കോടി രൂപയ്ക്കാണ് KSEB വാങ്ങിയത്. 54.88 കോടി രൂപ, ചെറിയ തുകയൊന്നുമല്ല കേട്ടോ. ബൾബുകൾ വാങ്ങിയത് ഇതിൽ 1.15 കോടി ആൾക്കാർക്ക് കൊടുത്തു പലതരത്തിലും, പല KSEB ഓഫീസുകൾ വഴി കൊടുത്തു. പക്ഷെ അപ്പോഴും കൃത്യമായി ഇവിടെ ഉപഭോക്താക്കൾ എത്തിക്കാൻ KSEBക്ക് കഴിഞ്ഞില്ല. ശേഷിക്കുന്ന 2% ഇങ്ങനെ വിറ്റ് നഷ്ടം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. 9 വാട്ട്സിന്റെ ബൾബിന് 65 രൂപയാണ് KSEB ഈടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പൊതുവിപണിയിൽ ഈ 9 വാട്ടിന്റെ ബൾബിന് ഇപ്പോൾ 65 രൂപയെന്ന് കൊടുക്കേണ്ട, അതിന്റെ താഴെ വിലയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ KSEB ആരും വാങ്ങാനും തയ്യാറായില്ല. ഉജ്ജ്വൽ പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയ 81,000 ബൾബുകളും ബാറ്ററികൾ കഴിഞ്ഞ് ബാക്കിയുണ്ട്. ഇതിന് കഴിയാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജ്വൽ പദ്ധതിയിൽ കുറേ ബൾബുകൾ വാങ്ങിച്ചിട്ടുണ്ട്, അതും ബാക്കി കിടക്കുകയാണ്. ഇവ അംഗൻവാടികൾക്കും വൈദ്യുതി ചാർജ് അടക്കേണ്ടതില്ലാത്ത BPL കുടുംബങ്ങൾക്കും സർക്കാർ ആശുപത്രികൾ എന്നിവയ്ക്കും സൗജന്യമായി നൽകുക എന്നതാണ് KSEBയുടെ ഇപ്പോഴത്തെ തീരുമാനം. അങ്ങനെ കൊടുത്ത് ഈ ബൾബുകൾ അവരുടെ ഗോഡൌണിൽ നിന്ന് ഒഴിവാക്കാനാണ്. ഒപ്പം ഉപഭോക്താക്കളെ കൂടെ ഒന്ന് പറ്റിക്കാൻ നോക്കുന്നു. ഉപഭോക്താക്കൾ നിങ്ങൾ 2 ബൾബ് വാങ്ങുകയാണെങ്കിൽ 65 രൂപ വെച്ച് 2 ബൾബ് വാങ്ങണമെങ്കിൽ, അതായത് 130 രൂപ കൊടുത്ത് 2 ബൾബ് വാങ്ങുകയാണെങ്കിൽ 1 ബൾബ് ഫ്രീ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ 100 ബൾബ് ഇപ്പോൾ വിപണിയിൽ 100 രൂപയ്ക്ക് കിട്ടും. 3 ബൾബ് 100 രൂപയ്ക്ക് കിട്ടും. അപ്പോഴാണ് 130 രൂപയ്ക്ക് 3 ബൾബ് KSEB തരാമെന്ന് പറയുന്നത്. ജനങ്ങൾ വാങ്ങുമോ? KSEB ഇത്തരത്തിൽ ജനങ്ങളെ പലതരത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്.